റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂൽ ചെയ്യണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് നീ തീർത്തു തരണേ റഹ്മാനേ. ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്നലെ ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് അൽ അഹ്ദൽ തങ്ങളവർക്ക് വേണ്ടി റബ്ബേ നിന്നോട് ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരുപാട് മുഅ്മിനീങ്ങളുടെ ദുആഇന്റെ ഫലമായി ഓപ്പറേഷനൊക്കെ സക്സസ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഒരുപാട് റാഹത്താവണം, പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തണം, പൂർണ്ണമായ ആരോഗ്യവാനാവണം. അല്ലാഹുവേ, മുമ്പത്തതിനെ പോലെ നല്ല ഉഷാറോടെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ കഴിയണം. അല്ലാഹുവേ, ദീനിന് നേതൃത്വം കൊടുക്കാൻ കഴിയണം, സ്ഥാപനത്തിന് വേണ്ടി ഓടി നടക്കാൻ കഴിയണം. അല്ലാഹ്, എല്ലാ നിലക്കും നീ കാവലാകണേ റഹ്മാനേ. നീ കാമിലായ ആജിലായ ശിഫാ അസ്ഹാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ജബ്ബാർ ഉസ്താദിന്റെ രോഗവും അല്ലാഹുവേ നീ അസ്ഹാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് കാമിലായ ആജിലായ ശിഫാഇനെ നീ കൊടുക്കണേ അല്ലാഹ്. എല്ലാം നീ റാഹത്തിലാക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കണേ അല്ലാഹ്, സമാധാനത്തിലാക്കണേ അല്ലാഹ്, ഇസ്സത്തിലാക്കണേ റഹ്മാനേ. എല്ലാവിധ അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഹാർട്ട് അറ്റാക്ക് തരല്ല അല്ലാഹ്, സ്ട്രോക്ക് തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, മസ്തിഷ്കാഘാതം തരല്ലേ അല്ലാഹ്. ശരീരാവയവങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ തരല്ലേ അല്ലാഹ്. കർണാടകയിലെ റസ്ബി ഉസ്താദ് വിളിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ മിഷന്റെ ഇടയിൽ കൈകൾ പെട്ടുപോയി, 5 വിരലുകൾ മുറിഞ്ഞുപോയി. അങ്ങനെ 5 വിരലുകളും ശരീരത്തിലേക്ക് തുന്നിച്ചേർത്തെങ്കിലും 3 വിരലുകളും ഇപ്പോഴും അത് ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനക്കാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. അല്ലാഹുവേ, നീ കാമിലായ ആജിലായ ശിഫായിനെ നീ കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ അപകടങ്ങളിൽ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് രക്ഷയേകണേ അല്ലാഹ്. ആരെല്ലാം അപകടങ്ങളിലും ബലാ മുസീബത്തുകളിലും എന്തെല്ലാം ബുദ്ധിമുട്ടുകളിലും ആരെല്ലാം പെട്ടുപോയോ, സാഹിര്യങ്ങളുടെ സിഹറിൽ നിന്ന്, ആയിനീങ്ങളുടെ ആയിനിൽ നിന്ന് അവരെയും ഞങ്ങളെയും അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അസ്ഹാബുൽ ബദറിന്റെ കാവല് നൽകണേ റബ്ബേ, അസ്ഹാബുൽ ബദറിന്റെ കാവല് നൽകണേ അല്ലാഹ്, അസ്ഹാബുൽ ബദറിന്റെ കാവല് നൽകണേ അല്ലാഹ്, അസ്ഹാബുൽ ബദറിന്റെ കാവല് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ കരീം മാഷ് ദർബാർ കട്ടെ, അദ്ദേഹം അതേ ഒരു സഹോദരി ഉമ്മ, മദനീയമെന്നും കേൾക്കുന്ന ഉമ്മ, അതേ നമ്മുടെ ഖുത്ബിയത്തിലേക്ക് ഒരാട് നേർച്ചയാക്കി. അങ്ങനെ അതിനു വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആ ഉമ്മ മദനീയത്തിന്റെ കുടുംബമാണ്. എന്ത് മുറാദുകളാണോ നീ ഹാസുലാക്കണേ അല്ലാഹ്. ഒരാളെയും നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാഹ്. ഇന്നലെ നമ്മള് അങ്ങ് വാഴയൂര് ഹിൽ ടോപ്പില് പരിപാടിക്ക് വേണ്ടി ചെന്നപ്പോ ഒരുപാട് ആളുകൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, എല്ലാവരുടെ ശാരീരികവും മാനസികവും കുടുംബപരവുമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നല്ല റാഹത്തുല്ല ഖൈറിലും എല്ലാ മുറാദുകളും നീ ഹാസുലാക്കണേ അല്ലാഹ്, നീ ഹാസുലാക്കണേ അല്ലാഹ്, നീ ഹാസുലാക്കണേ റബ്ബേ. എല്ലാം നീ പരിഹരിക്കണേ അല്ലാഹ്, എല്ലാ വിഷമങ്ങളും നീ തീർക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളെല്ലാം നീ മാറ്റണേ റബ്ബേ. ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് ഞങ്ങളെ നീ ഉയർത്തണേ അല്ലാഹ്. ഒരാളെ മുന്നിലും ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാഹ്.
ഐബാക്കല്ലേ അല്ലാ, ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് ഉയർത്തണേ റബ്ബേ, സലാമത്തിലാക്കണേ അല്ലാ. മുത്തു റസൂലുള്ളാഹിന്റെ ജന്മദിനം അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വീകരിക്കാനും ആ ദിനരാത്രങ്ങളെ ധന്യമാക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. നാളത്തെ രാത്രി കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. വരുന്ന 27-ാം തീയതി മദനിയ മജ്ലിസ് ഉപ്പളക്കടുത്തുള്ള കണ്ണാടിപ്പാറയിൽ വച്ച് നടക്കുകയാണ്. നജ്മുൽ ഹുദ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇൻഷാ അല്ലാഹ് ആ മഹത്തായ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 27-ാം തീയതി കണ്ണാടിപ്പാറയിലുള്ള മഹത്തായ മദനിയ മജ്ലിസിൽ നിങ്ങളെല്ലാവരെയും അവിടെയുള്ള ഓഡിറ്റോറിയത്തിൽ പ്രത്യേകമായി സജ്ജീകരിച്ച സൗകര്യങ്ങൾ ഇൻഷാ അല്ലാഹ് എല്ലാവരെയും 27-ാം തീയതി ഉപ്പളക്കടുത്തുള്ള കണ്ണാടിപ്പാറയിലെ ഓഡിറ്റോറിയത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്.